കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ 30 സീറ്റുകളിൽ ബി.ജെ.പി ജയിച്ചതോടെ ഭൂരിപക്ഷത്തിന് ഇനി വേണ്ടത് 4 സീറ്റുകൾ മാത്രം. 240 അംഗ രാജ്യസഭയിൽ 121 ഭൂരിപക്ഷത്തിനായി വേണ്ടത്. ഏപ്രിലിൽ ഒഴിവുവരുന്ന 56 സീറ്റുകളിലേക്ക് നടത്തിയ തിരഞ്ഞെടുപ്പിലാണ് 30 സീറ്റുകളിൽ ബി.ജെ.പിയുടെ ജയം. ഇതിൽ 20 സീറ്റുകളിൽ എതിരില്ലാതെയാണ് ജയിച്ചിരിക്കുന്നത്. 10 സീറ്റുകളിൽ തിരഞ്ഞെടുപ്പിലൂടെയാണ് ബി.ജെ.പി പ്രതിനിധികളെ രാജ്യസഭയിലേക്ക് അയച്ചത്. ഇതോടെ രാജ്യസഭയിൽ എൻ.ഡി.എ സഖ്യത്തിന്റെ അംഗബലം 117 എൻ.ഡി.എയുടെ 117 എം.പിമാരിൽ 97 പേരും ബി.ജെ.പിയിൽ നിന്നുള്ളവരാണ്. രാജ്യസഭയിൽ ഏറ്റവും അംഗബലമുള്ള പാർട്ടിയായി ബി.ജെ.പി തുടരും. 97 അംഗങ്ങളിൽ 5 പേർ നാമനിർദ്ദേശത്തിലൂടെ എത്തിയവരാണ്. 29 എം.പിമാരാണ് കോൺഗ്രസിനുള്ളത്. 3 സംസ്ഥാനങ്ങളിലായി 15 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ക്രോസ് വോട്ടിംഗിലൂടെ നാടകീയമായ തിരഞ്ഞെടുപ്പിൽ 10 സീറ്റുകൾ ബി.ജെ.പി നേടി. 3 സീറ്റുകൾ കോൺഗ്രസും 2 സീറ്റ് സമാജ്വാദി പാർട്ടിയും നേടി. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 2 സീറ്റ് ബി.ജെ.പിക്ക് അധികം ലഭിച്ചു. ഉത്തർപ്രദേശിൽ നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്നും ഓരോന്ന് വീതമാണ് നേടാൻ കഴിഞ്ഞത്. ഹിമാചലിൽ കോൺഗ്രസിലെ 6 എം.എൽ.എമാരും 3 സ്വതന്ത്രരും ബി.ജെ.പിയുടെ ഹർഷ് മഹാജന് വോട്ട് ചെയ്തതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിഷേക് മനു സിംഗ്വി അപ്രതീക്ഷിതമായി തോൽവി നേരിട്ടു. ഇരു സ്ഥാനാർത്ഥികൾക്കും 34 വീതം വോട്ട് ലഭിച്ചതോടെ നടത്തിയ നറുക്കെടുപ്പിലാണ് ബി.ജെ.പി ജയിച്ചത്. യു.പിയിലെ 10 സീറ്റിൽ ബി.ജെ.പി 8 എണ്ണം നേടി. സമാജ്വാദി പാർട്ടിക്ക് 2 സീറ്റ്. 10ാം സീറ്റിൽ ബി.ജെ.പിയും എസ്.പിയും തർക്കമുന്നയിച്ചതോടെ പലതവണ നിർത്തിവെച്ച വോട്ടെണ്ണലിന്റെ ഫലം രാത്രി വൈകിയാണ് പ്രഖ്യാപിച്ചത്. ഈ സീറ്റിലേക്ക് എസ്.പിയുടെ ആലോക് രഞ്ജനും ബി.ജെ.പിയുടെ സഞ്ജയ് സേത്തും തമ്മിലുള്ള മത്സരത്തിൽ എസ്.പിയുടെ 7 എം.എൽ.എമാർ കൂറുമാറി വോട്ട് ചെയ്തതോടെ ബി.ജെ.പി വിജയമുറപ്പിച്ചു. അംഗബലമനുസരിച്ച് 3 സീറ്റുകളിൽ ജയിക്കേണ്ട സമാജ്വാദി പാർട്ടിയുടെ 3ാം സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. ജയ ബച്ചൻ, റിട്ടയേർഡ് IAS ഓഫീസർ അലോക് രഞ്ജൻ എന്നിവരാണ് വിജയിച്ചത്. സമാജ്വാദി പാർട്ടിയുടെ ചീഫ് വിപ്പ് മനോജ് പാണ്ഡെ ഉൾപ്പെടെ 7 എം.എൽ.എമാരും ഒരു ബി.എസ്.പിയും ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് സമ്പൂർണ്ണ ജയം. കർണാടകയിൽ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. ബി.ജെ.പിയുടെ ഒരു എം.എൽ.എയുടെ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ AICC ട്രഷറർ അജയ് മാക്കന് ലഭിച്ചപ്പോൾ മറ്റൊരു ബി.ജെ.പി എം.എൽ.എ വോട്ടെടുപ്പിൽ വിട്ടുനിന്നു. യശ്വന്ത്പൂരിൽ നിന്നുള്ള S.T. സോമശേഖറാണ് വിപ്പ് ലംഘിച്ച് ക്രോസ് വോട്ട് ചെയ്തത്. അബൈൽ ശിവറാം ഹെബ്ബാർ എം.എൽ.എ ആണ് വിട്ടുനിന്നത്. ഇതോടെ അജയ് മാക്കനെ കൂടാതെ ഡോക്ടർ സായിദ് നസീർ ഹുസൈൻ, G.C. ചന്ദ്രശേഖർ എന്നിവരെയും കോൺഗ്രസിനെ രാജ്യസഭയിൽ എത്തിക്കാനായി. അതേസമയം എൻ.ഡി.എ സഖ്യമായി മത്സരിച്ച് പരാജയപ്പെട്ട JDSന്റെ കുബേന്ദ്ര റെഡ്ഡിക്ക് ബി.ജെ.പിയിൽ നിന്നും ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കാത്തത് മുന്നണിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്.